സമരം സൂചന മാത്രം സൂചന കണ്ടു പഠിച്ചില്ലെങ്കിൽ പേരും പ്രശസ്തിയും മാത്രം ഉണ്ടായതുകൊണ്ട് നല്ല ആശുപത്രിയാകണമെന്നില്ല. രോഗികൾക്ക് കൃത്യമായ ചികിത്സ ഉറപ്പാക്കുവാനും നടപ്പിലാക്കുവാനും ഡോക്ടർമാർക്കും ആശുപത്രികൾക്കും തുല്യമായ പങ്കുണ്ട്. ജീവൻ ആപത്തുള്ള സന്ദർഭങ്ങളിലാണ് പൂർണ്ണമായ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ജനങ്ങൾ ആശുപത്രികളിലേക്ക് എത്തുന്നത്. എന്നാൽ അവരുടെ ആരോഗ്യത്തിന് പോലും ഭീഷണിയാകുന്ന തരത്തിൽ ആശുപത്രികളുടെ ഭാഗത്തു നിന്നും സമീപനമുണ്ടായാൽ എവിടെയാണ് ചികിത്സയ്ക്കായി ജനങ്ങൾ എത്തിച്ചേരുക? അനാസ്ഥ എന്ന വാക്കിൽ ഒതുക്കി തീർക്കുന്നതിനുമപ്പുറം ഒരു ജീവൻ വെച്ചാണ് കളിക്കുന്നതെന്ന ഓർമ്മ പോലും ഡോക്ടർമാർക്കോ ആശുപത്രികൾക്കോ ഇല്ല. കണ്ണൂർ പയ്യന്നൂരിൽ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ അനസ്തേഷ്യ നൽകിയതിലെ പിഴവിനെ തുടർന്ന് 1.5 വയസ്സുകാരന് സംഭവിച്ചത് മസ്തിഷ്കാഘാതമാണ്. സൂരജ് ബിജിഷ ദമ്പതികളുടെ മകൻ 1.5 വയസ്സുകാരനായ ദേവാൻഷ് ശൗരിയാണ് വളരെ ഗുരുതരാവസ്ഥയിൽ കണ്ണൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നത്. ജൂലൈ 5-ന് രാവിലെയാണ് ദേവാൻഷ് കളിക്കുന്നതിനിടയിൽ വീണ് പരിക്കേറ്റത്. കുട്ടിയെ ഉടൻ തന്നെ പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ എത്തിച്ചു. മുറിവ് തുന്നിക്കെട്ടുന്നതിനായി ഡോക്ടർമാർ കുട്ടിക്ക് അനസ്തേഷ്യ നൽകാൻ നിർദ്ദേശിക്കുകയായിരുന്നു. എന്നാൽ അനസ്തേഷ്യ നൽകിയതിലുണ്ടായ ഗുരുതരമായ പിഴവ് കാരണം കുട്ടിയുടെ തലച്ചോറിന് കേടുപാടുകൾ സംഭവിക്കുകയായിരുന്നുവെന്ന് പരാതിയിൽ പറയുന്നു. തുടർന്ന് കുട്ടിയെ അടിയന്തരമായി വിദഗ്ധ ചികിത്സയ്ക്കായി കണ്ണൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും കുട്ടിയുടെ നില ഇപ്പോഴും അതീവ ഗുരുതരമായി തുടരുകയാണ്. സംഭവത്തിൽ പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ അനസ്തേഷ്യ ഡോക്ടർ അഞ്ജലി പൊതുവാളിനെതിരെ പോലീസ് കേസെടുത്തു. കുട്ടിയുടെ ബന്ധുവായ രാജീവൻ കെ നൽകിയ പരാതിയിലാണ് പയ്യന്നൂർ പോലീസ് BNS വകുപ്പ് 125 പ്രകാരം കേസന്വേഷണം ആരംഭിച്ചത്. എൻ്റെ മരുവൻ്റെ കുട്ടിയാണ്. രാവിലെ ഒരു 9 മണിക്ക് വീട്ടിൽ നിന്ന് വീണ് ചെറുങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണയാണ്. വീണിട്ട് മാധവങ്കരം ജനകീയ ആശുപത്രി കൊണ്ടുപോയി. അവിടുന്ന് 2 സ്റ്റിച്ച് ഇടണമെന്ന് പറഞ്ഞ് പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. അവിടെ 11 മണിക്ക് എത്തിയ സമയത്ത് പിന്നെ ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിലാണ്, കുറച്ച് സമയം വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ എത്തി 3:30 വരെ നിർത്തി. 3:30ക്ക് ഡോക്ടറെല്ലാം റെഡിയായി. പിന്നെ അനസ്തേഷ്യയിലെ ഡോക്ടർ പെട്ടെന്ന് വരികയും അവർ അനസ്തേഷ്യ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടിയുടെ അമ്മയോട് കുട്ടിയെ എടുത്തിട്ട് ഓപ്പറേഷൻ വാർഡിലേക്ക് വരാൻ പറഞ്ഞു. വാർഡിൽ വന്ന് അവിടുന്ന് മടിയിൽ കുഞ്ഞിനെ ഇരുത്തിയിട്ടാകുമ്പം പെട്ടെന്ന് ഇഞ്ചക്ഷൻ കൊടുത്തു. ഇഞ്ചക്ഷൻ കൊടുത്ത പാടെ തന്നെ കുഞ്ഞി ബോധം കെട്ടുപോയി, കണ്ണ് മേലോട്ടായി. പിന്നെ ഇതുവരെ കുഞ്ഞി എണീച്ചിട്ടില്ല. അപ്പോൾ അന്നപാടന്നെ അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് എല്ലാവരും പുറത്താക്കി. ഇവർ വാതിലടച്ച് അലാറടിക്കുകയും എല്ലാ ഡോക്ടർമാരെ മൊത്തം ചാടി ആസ്പത്രിയിലെ റൂമിലേക്ക് വരികയും ചെയ്തു, ഓപ്പറേഷൻ വാർഡിലേക്ക് വരികയും ചെയ്തു. അത് കഴിഞ്ഞ് 1 മണിക്കൂർ വരെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇവരെന്തോ ചെയ്തതൊന്നും അറിയില്ല. 1 മണിക്കൂർ കഴിഞ്ഞാൽ ഇവർ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കണ്ണൂർ ബേബി മെമ്മോറിയലിലേക്ക് കൊണ്ടുപോകണം, ഇവിടുന്ന് ഇപ്പം ശരിയാവില്ല, ബാക്കിയെല്ലാം നിങ്ങൾ പെട്ടെന്ന് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ് ഇവിടെ ആയിത്തുള്ളൂ. അങ്ങനെ നമ്മൾ കണ്ണൂരേക്ക് പോയി. ഇപ്പോൾ കുട്ടിയുടെ അവസ്ഥ വളരെ ദയനീയാവസ്ഥയാണ്. 3 ദിവസം വെന്റിലേറ്റർ, ഇപ്പം 4ാമത്തെ ദിവസമാണ്. കുട്ടിക്ക് ഇതുവരെ ബോധം വന്നിട്ടില്ല. 48 മണിക്കൂർ കഴിഞ്ഞിട്ട് MRI ചെയ്യണമെന്ന് പറഞ്ഞു. ഇന്നലെ രാവിലെ MRI 11 മണിക്ക് ചെയ്ത് ഉടനെ പറഞ്ഞു തലയിലെ പ്രവർത്തനം കംപ്ലീറ്റ് നിലച്ചിട്ടായില്ലത്. ഇനി 12 മണിക്കൂറും കൂടെ നിൽക്കണം. അങ്ങനെ 12 മണിക്കൂറും കഴിഞ്ഞ് ഇപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ കുട്ടി തനിയെ ഇതായി വരണമെന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരുന്നു. എന്താ ചെയ്യേണ്ടതൊന്നും പറയാൻ പറ്റുന്നില്ല. വല്ലാത്ത അവസ്ഥയാണ്. അച്ഛനും അമ്മയും ഭയങ്കര സങ്കടത്തോടു കൂടി കുട്ടിക്കൊപ്പം തന്നെയുണ്ട്. ഈ ഇതന്നെയാണ് ഇതിൻ്റെ അനസ്തേഷ്യ കൊടുത്തതിൻ്റെ അളവ് കൂടി. അതുതന്നെയാണ് പ്രശ്നം, വേറെ ഒരു പിഴവുമല്ല. അത് മെയിനായിട്ട് അത് കൊടുത്തപാടന്നെ കുഞ്ഞി പോയിനി, വേറെ ഒരു ഇതുമല്ല. ആ ഡോക്ടറെ പിഴവ് മാത്രമാണ് നമുക്ക് പറയേണ്ടത്. ഇങ്ങനെയൊന്നും ഇനി ഒരു കുട്ടിക്ക് വരാൻ പാടില്ല എന്നില്ലാണ്. അതിന് വേണ്ടുന്ന നടപടി കർശനമായിട്ട് എടുക്കണം എന്നില്ലാണ് നമ്മളിപ്പം പറയുന്നത്. ആശുപത്രി അധികൃതരുടെയും ഡോക്ടറുടെയും ഭാഗത്തു നിന്നുണ്ടായ കടുത്ത അനാസ്ഥയും ഉപേക്ഷയുമാണ് കുട്ടിയുടെ ജീവൻ അപകടത്തിലാക്കിയതെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. പയ്യന്നൂർ സബ് ഇൻസ്പെക്ടർ ജിജേഷ് CP കേസ് രജിസ്റ്റർ ചെയ്യുകയും പയ്യന്നൂർ DYSP ഷൈജു PL അന്വേഷണം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് ആശുപത്രിയിൽ DYFI, യൂത്ത് കോൺഗ്രസ്, BJP സംഘടനകൾ ശക്തമായി പ്രതിഷേധിച്ചു. പാവപ്പെട്ടൊരു കുട്ടിയെ
പാവപ്പെട്ടൊരു കുട്ടിയെ ചികിത്സയുടെ പേര് പറഞ്ഞ് ഇല്ലാതാക്കും അധികാരികളെ നിങ്ങൾക്കെതിരെ ഉയരുന്നു